പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷിനെ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്ന മാനസ കൃഷിനോട് കൃഷിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും കൃഷിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ താൻ വളരെയധികം ഇഷ്ടപ്പെട്ടാണ് വന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൃഷിന് അതൊന്നും പിടിക്കുന്നില്ല. ഓഹ്, ഇവളെ കൊണ്ട് എന്തൊരു ശല്യമാണ് എന്നാണ് കൃഷ് മനസ്സിൽ കരുതുന്നത്. ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് കൃഷ് ഉടൻ തന്നെ എത്തണമെന്ന് പറയുകയും തനിക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു തീർക്കാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മാനസ, കുറച്ച് സമയം നമുക്ക് മാറി നിന്ന് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാമെന്നും അതിനുശേഷം പോയാൽ മതിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനുള്ള സമയം തൻ്റെ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ് അത്യാവശ്യമായ കാര്യമാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പോകേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ താനങ്ങനെ പറയുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ശരിയെന്ന് പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് കൃഷിനെ മാനസ. ഇതേ തുടർന്നാണ് ഓഫീസിലേക്ക് എത്തുന്ന കൃഷ് ആകെ ഞെട്ടിപ്പോകുന്നത്. വീണ്ടും കൺമണി ജോലിക്കായി ഓഫീസിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് കൃഷ് വളരെയധികം സന്തോഷിക്കുകയാണ്. ഇനി കൺമണിയെ തനിക്ക് അടുത്തു തന്നെ കാണാമല്ലോ എന്നുള്ള ചിന്ത കൃഷിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും ഇതോടെ കൃഷ് കൺമണിയെ കാണുന്നതിനായി പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. കൃഷ് ഇതേ തുടർന്നാണ് സാഗറിൻ്റെ മുന്നിൽ പോയി പെടുന്നത്. സാഗറിനോട് അത് കൺമണിയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെ, അവൾ ഇപ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അന്ന് ജോലി ഓഫർ ചെയ്തപ്പോൾ വേണ്ട എന്നല്ലേ അവൾ പറഞ്ഞത് എന്ന് കൃഷ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സാഗർ അത് ശരി തന്നെയാണ് എന്നും പക്ഷേ പിന്നീട് സിറ്റുവേഷൻ അവളുടെ മാറിപ്പോയതായും അതുകൊണ്ട് തന്നെ ജോലി ചോദിച്ച് തൻ്റെ അടുത്തേക്ക് ഇന്നലെ വന്നിരുന്നു. താൻ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് ജോലിക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്തു കൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിനക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കഴിഞ്ഞ തവണ നീയാണല്ലോ അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയത്. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് തനിക്ക് യാതൊരു എതിർപ്പും ഇല്ല എന്നും അവൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. കൃഷ് അങ്ങനെ പറഞ്ഞത് സാഗറിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മറ്റു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഭാവമാറ്റമാണ് കൃഷിൻ്റെ മുഖത്ത് കാണാനാവുന്നത്. ഇതോടെ എന്താകും ഇതിന് കാരണം എന്ന സാഗർ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോകുന്നു. ഇതേ തുടർന്ന് ഉടൻ തന്നെ തൻ്റെ സുഹൃത്തിനെ ഫോൺ ചെയ്യുന്ന കൃഷ് കൺമണി ഓഫീസിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവൾ ഈ ഓഫീസിൽ വീണ്ടും ജോലിക്കായി വന്നിരിക്കുകയാണ്. ഞാൻ അവളെ കണ്ട് വളരെയധികം എക്സൈറ്റഡിലുമാണ്. അവളെ നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കൺമണിയെ കാണുന്നതിനായി എത്തുന്നു. കൃഷിനെ കണ്ടതിനെ തുടർന്ന് കൺമണിയുടെ മനസ്സിലേക്ക് പണ്ട് നടന്ന കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൃഷ് അപമാനിച്ച് ഇറക്കി വിട്ടത്. ഇതോടെ കൃഷിൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതിനായി കൺമണി ശ്രമിച്ചതിനെ തുടർന്ന് കൺമണിയോട് ഒരു നിമിഷത്തേക്ക് നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് കൃഷ്. തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും കൺമണിയോട് കഴിഞ്ഞ തവണ താൻ വളരെ മോശമായാണ് പെരുമാറിയത് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും അതിന് താനിപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അന്ന് സംഭവിച്ചതെല്ലാം മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന കൃഷ് അന്നുണ്ടായ സംഭവങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിനോട് എനിക്ക് യാതൊന്നും സംസാരിക്കാനില്ല എന്ന് വ്യക്തമാക്കുകയും താനിപ്പോൾ ഇവിടേക്ക് വന്നത് തൻ്റെ ജോലി ചെയ്ത് തീർക്കാനാണ്. ആ ജോലി ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തനിക്ക് ഒരാളുടെയും സൗഹൃദം ഇപ്പോൾ ആവശ്യമില്ല. സൗഹൃദത്തിന്
ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറയുകയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആ ഡിസൈൻ വരച്ചത് കൺമണി തന്നെയല്ലേ എന്ന ക്രിഷ് ചോദിച്ചത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ അല്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി ആ ഡിസൈൻ ഞാനല്ല വരച്ചത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഇതേ സമയം മാനസ അവിടേക്ക് കയറി വരുമ്പോൾ ക്രിഷ് കൺമണിയോട് അടുത്ത് സംസാരിക്കുന്നതാണ് കാണുന്നത്. കൺമണിയാകെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകുന്നത് കാണുന്നുവെങ്കിലും മാനസയുടെ മനസ്സിൽ സംശയങ്ങൾ വന്നു തുടങ്ങുകയാണ്. ക്രിഷ് തന്നെ ഒഴിവാക്കുന്നതും ഇപ്പോൾ കൺമണിയുടെ പിന്നാലെ പോകുന്നതുമെല്ലാം തനിക്കുള്ള അഭയസൂചനയല്ലേ എന്നുള്ള ചോദ്യം ഉയരുകയാണ് മാനസയുടെ മനസ്സിൽ. ഇതോടെ മാനസ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ്. കൺമണിയെ ഓഫീസിൽ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന മാനസ നീ വീണ്ടും തിരികെ എത്തിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് തനിക്ക് ഇവിടുത്തെ ജോലി സ്വീകരിക്കേണ്ടതായി വന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൺമണി. തൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് തനിക്ക് ജോലിക്കായി വരേണ്ടി വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ജോലി ഉപേക്ഷിച്ചു പോകാൻ പറയുന്ന മാനസ പൈസ ഞാൻ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും അങ്ങനെ കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട എന്നും അധ്വാനിച്ച് ഞാൻ പൈസ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തനിക്കിനിയും തടസ്സമായി മാനസ വരരുത് എന്നും മാനസയ്ക്ക് യാതൊരു ഉപദ്രവവും ഞാനായി ഉണ്ടാക്കുകയില്ല എന്നുള്ള ഉറപ്പും കൺമണി നൽകി കൊണ്ടുപോകുന്നുവെങ്കിലും മാനസയുടെ സംശയങ്ങൾ നിലയ്ക്കുന്നുമില്ല. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.